ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവൻ്റെ സുലോകമായ സ്വർഗ്ഗഭവനത്തിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു വൈകിയ വേളയിൽ നസീഹത്ത് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ദൂരയിൽ നിന്ന് ഓടി വന്നത് കാരണമായി എന്തെങ്കിലും ഒരു ബറക്കത്തിന് വേണ്ടി ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാതെ പോകുന്നത് ഒരു ശരിയായി തോന്നാത്തത് കാരണമായിട്ടാണ് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടുപ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ വലിയ ഇവിടുത്തെ സംഘാടകരുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് സുഹൈർ അസ്ഹരി ഉസ്താദ്. അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വർഷം തോറും ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനുഭാവന്മാരുടെ ആണ്ട് നിറച്ച് കഴിക്കുകയും ഒരുപാട് നല്ല പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാണ് പഠിക്കുന്ന ഈ പള്ളങ്കോട് SKSSF ശാഖ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. അത്രത്തോളമുള്ള നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ ഇന്നറിയാം, ഇവർ ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹുകളും കീർത്തനങ്ങളും കേൾക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഈ പാതിരാത്രിയോളം ഒരുമിച്ച് കൂടിയത് അത്രത്തോളം ഈ ഒരു സംഘടനയെ സ്നേഹിക്കുന്നതും ആ സംഘടനയോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം, അതിന് നേതൃത്വം നൽകിയ മഹാന്മാരെ സ്മരിക്കുന്ന നല്ല ഒരു സദസ്സാണ് ഈ സദസ്സ്. ആ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞവരും കേട്ടവരുമാണ്. ശംസുൽ ഉലമ എന്ന് പറയുമ്പോൾ വലിയ ഒരു ഇൽമിന്റെ സാഗരമാണ് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അതുപോലെ തന്നെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് വളരെ സൂക്ഷ്മതയോടെ തഖ്വയോടെ അള്ളാഹുവിനെ പേടിച്ചും കൊണ്ട് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച വലിയ ഒരു മഹാമനീഷിയാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്ന അവർ വലിയ മനുഷ്യൻ. അത് മാത്രമല്ല, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഓരോ സമസ്തയുടെ ആലിമീങ്ങളുടെ പേരെടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെയും തഖ്വയോടുകൂടി ജീവിച്ച മഹാന്മാരാണ് ആ മഹാന്മാരൊക്കെ. മഹാനായ കളമ്പാടി ഉസ്താദുണ്ട്, മഹാനായ അത്തിപ്പറ്റ ഉസ്താദുണ്ട്, അതുപോലെ തന്നെ കോയക്കൊട്ടി ഉസ്താദിനടക്കമുള്ള എത്രയോ മഹാന്മാരായ അള്ളാഹുവിൻ്റെ പണ്ഡിതന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയട്ടെ, ഈ മഹാന്മാരുടെ പേര് കേൾക്കൽ മാത്രമല്ല, അവരുടെ ചരിത്രം പഠിക്കൽ മാത്രമല്ല, അവരെ ജീവിതം പോലെ നമ്മുടെ ജീവിതമായി മാറണം. അവരെ ജീവിതം പോലെ നമ്മുടെ ജീവിതമാക്കണം നമ്മൾ. അത്രത്തോളം മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മനുഷ്യനെയല്ല ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ, ഒരു ഉറുമ്പിനെ പോലും വേർതിരിക്കാതെ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ്. അങ്ങാടിയിൽ നിന്ന് പഞ്ചസാര കൊണ്ടുപോയ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ വീട്ടുകാരത്തി ഭാര്യ പറഞ്ഞു, ഇത് ഇവിടെ നിന്ന് കൊണ്ടുവന്നു, ഇതിൽ മുഴുവനും ആണല്ലോ എന്ന് പറഞ്ഞപ്പോ അതേ സമയത്ത് തന്നെ ആ പഞ്ചസാരയുടെ കെട്ടുമായി ഏത് അങ്ങാടിയിൽ നിന്നാണോ ഈ പഞ്ചസാര കൊണ്ടുപോയത് അതേ അങ്ങാടിയിലേക്ക് പോയി അങ്ങാടിക്കാരനോട് പറയുന്നു, ഏത് പഞ്ചസാരയുടെ ചാക്കിൽ നിന്നാണോ ഈ പഞ്ചസാര നിങ്ങൾ എടുത്തത് അതേ ചാക്കിൽ തന്നെ അതിൻ്റെ കെട്ടയിച്ച് വെക്കണമെന്ന് പറയുകയും അത് കെട്ടയിച്ചു. മണിക്കൂറുകളോളം ഈ കൊണ്ടുപോയ പഞ്ചസാരയുടെ കെട്ടിൽ നിന്ന് ആ ഉറുമ്പുകൾ ആ ചാക്കിലേക്ക് പോകുന്നത് വരെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ അങ്ങാടിയുടെ മുറ്റത്ത് ഇരുന്നു എന്ന് ചരിത്രം പറയുന്നത് കാണാം. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ കൊണ്ടുപോയ കെട്ടിലുള്ള ഉറുമ്പുകളുടെ കൂട്ടാളികളുള്ളത് ഈ ചാക്കിലാണ്, അതിനെ വേർതിരിക്കാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി. എൻ്റെ മുഅ്മിനീങ്ങൾ ആലോചിക്കണം, നമ്മൾ ഉറുമ്പിനെയല്ല മനുഷ്യനെ പോലും വേർതിരിക്കുന്ന ആളുകളായി നമ്മൾ മാറിയിരിക്കുകയാണ്. ആളുകളെ കുറ്റം പറയുകയും ഗീബത്ത് പറയുകയും
നമീമത്ത് പറയുകയും ഫിത്ന ഉണ്ടാക്കുകയും നാട് ഭിന്നിപ്പിക്കുകയും ജമാഅത്തിനെ ഭിന്നിപ്പിക്കുകയും അതുപോലെ കുടുംബം തകർക്കുകയും ചെയ്യുന്ന വളരെ മോശപ്പെട്ട നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവര് ഞാൻ സമസ്തക്കാരനാണെന്ന് പറയുമ്പോൾ, ഞാൻ SKSSF കാരനാണെന്ന് പറയുമ്പോൾ നല്ല നിലക്ക് നമ്മുടെ മഹാന്മാർ കാണിച്ചു തന്ന ആ പാതയിൽ കൂടി ജീവിക്കുന്ന നല്ല ആളുകളായി മാറണം. അൽഹംദുലില്ലാഹ്, ഈ പള്ളങ്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, സാദാത്യങ്ങളെ സ്നേഹിക്കുന്ന, കാരണം എൻ്റെ അമ്മോശങ്കാക്ക ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ ഏത് സമയത്തും പള്ളങ്കോടിനെ കുറിച്ച് ഇങ്ങനെ ഇവിടുത്തെ ബന്ധത്തെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്. അതുപോലെ പല ആളുകളും ഈ നാടുമായി ബന്ധപ്പെടുകയും ഈ നാടിനെ നല്ല നിലക്ക് സ്നേഹിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, ഒരുപാട് യുവ പണ്ഡിതന്മാരുള്ള ഈ നല്ല ഒരു നാടാണ് ഈ പള്ളങ്കോട് നാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് SKSSF-ന് 300-ൽ പരം മെമ്പർമാരാണ് ഈ നാട്ടിലുള്ളത് എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നല്ല നിലക്കുള്ള ചെറുപ്പക്കാർ ഇതിന്റെ പ്രവർത്തനത്തിൽ ഇറങ്ങിക്കൊണ്ട് എല്ലാ നിലക്കും ഇതിന് വേണ്ടി അധ്വാനിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇവർ ആണ്ട് നേർച്ചയോട് കൂടിയിട്ടാണ് ഇതുപോലെയുള്ള ഒരു ഇഷ്ക് മജ്ലിസ് ഇവിടെ ഒരുക്കാൻ വേണ്ടി ഒരുക്കിയത്. ഏറെ സന്തോഷിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചില്ലറ എന്ന് കരുതുന്ന പലതും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു മർമ്മമായി തീരുകയാണ്. നമ്മൾ കരുതിയതുപോലെയല്ല. ഇതുപോലെയുള്ള സദസ്സുകൾ, സ്വലാത്തിന്റെ സദസ്സുകളാകട്ടെ, ദിക്റിന്റെ സദസ്സുകളാകട്ടെ, മജ്ലിസുന്നൂറിന്റെ സദസ്സുകളാകട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്ന സദസ്സുകളാകട്ടെ, നമ്മുടെ എല്ലാവിധ വിഷമത്തിനും പ്രയാസത്തിനും ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരമാണ്. നമുക്കറിയാം, കാലങ്ങൾക്ക് മുമ്പ് കാളറയും പ്ലേഗ് പോലെയുള്ള മാരക രോഗം പിടിപെട്ട നേരത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടെ നിന്ന് രചിച്ചു കൊടുത്ത മങ്കുസ് മൗലിദ്, അതിലുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാ, അവിടുത്തെ കീർത്തനങ്ങളാ. അത് നമുക്കൊരു മരുന്നായിട്ടാ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്നിട്ടുള്ളത്. ആ മങ്കുസ് മൗലിദ് പാരായണം ചെയ്താൽ നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരും, നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കിത്തരും. എന്തിനേറെ നമുക്കറിയാം, ഇമാം അബൂസൂരി റളിയല്ലാഹു അൻഹുവിനിക്ക് മാരക രോഗം പിടിപെട്ടു. ശരീരത്തിൽ മുഴുവനും പുണ്ണുകളുണ്ടായി. ആ പുണ്ണുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വലിച്ചു. എത്രയോ മരുന്നുകൾ എടുത്തെങ്കിലും അത് സുഖപ്പെട്ടില്ല. അവസാനം മഹാനവർകൾ മനസ്സിൽ കരുതി, ഇൻഷാ അല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്ന നല്ല ഒരു കാവ്യം രചിക്കണമെന്ന് ആഗ്രഹിക്കുകയും അവിടുന്ന് ബുർദ എന്ന് പറയുന്ന ബുർദയെ രചിക്കുകയും അതിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ ബൂസൂരി ഇമാമിന്റെ ശരീരത്തിലേക്ക് സ്വപ്നത്തിലൂടെ അവിടുന്ന് തടവിക്കൊടുത്തത് കാരണമായി അള്ളാഹു അവിടുത്തെ രോഗം ശിഫയാക്കി. ഇത് നമ്മുടെ ആത്മീയ ചികിത്സയാണ്. ഇതുപോലെയുള്ള സദസ്സുകൾ നമ്മുടെ ആത്മീയ ചികിത്സയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംരംഭങ്ങളും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഇതിന് വേണ്ടി സഹായിക്കുന്നവർ, ഇതിന് വേണ്ടി സഹകരിക്കുന്നവർ, ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഇതിന് വേണ്ടി ഓടി നടക്കുന്നവർ, നിങ്ങൾ ബേജാറാകേണ്ടതില്ല, ഒരിക്കലും ബേജാറാകേണ്ടതില്ല. എൻ്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, വർഷത്തിലും ഓരോ വീടുകളിലേക്ക് പോയി ഇതിൻ്റെ ദബ്ബിയെടുത്ത് കൊണ്ടുവരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. നാളെ പടച്ച റബ്ബിൻ്റെ അടുത്ത് പറയാനുള്ള ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ ഖിദ്മത്ത്. നാളെ പടച്ച റബ്ബിൻ്റെ അടുത്ത് പറയാൻ, നിന്റെ ചെറുപ്പകാലത്ത് നിന്റെ ജീവിതം എന്തിനു വേണ്ടി നീ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ നല്ല നിലക്ക് പടച്ച റബ്ബിനോട് പറയാം, അള്ളാഹുവിൻ്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി, പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി, ഇതുപോലെയുള്ള നല്ല മജ്ലിസിന് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ പല സമയങ്ങളും ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പടച്ച റബ്ബിനോട് പറയാനുള്ള നല്ല ഒരു സംരംഭമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഇവിടെ കേട്ടുവല്ലോ, ഒരുപാട് ആളുകളാണ്. അടുത്ത വർഷത്തിലേക്ക് നമുക്കുറപ്പില്ല അടുത്ത വർഷം നമ്മൾ ജീവിക്കുമോ ഇല്ല എന്നറിയില്ല. ഇന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകട മരണങ്ങളും അതുപോലെ പലതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റിന്റെ ഗ്യാരണ്ടി പോലും ഇല്ലാതെ അൽഹംദുലില്ലാഹ് നല്ല ഇഖ്ലാസോടെ, നല്ല തഖ്വയോടെ അടുത്ത വർഷം ഞാനൊരു ആട് തരാം, ഞാൻ മാംസം തരാം, ഞാൻ അരി തരാം, ഞാൻ പൈസ തരാമെന്ന് വാഗ്ദാനം ചെയ്ത ആളുകൾ, അവരുടെ പേരും അവരെ കുടുംബവും അവരെ തറവാടും പടച്ച റബ്ബിനിക്കറിയാം.
അള്ളാഹുവേ അവർക്ക് നീ അർഹമായുള്ള പ്രതിഫലം നീ നൽകണേ അല്ലാ. അവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകൾ നീ ഹസുലാക്കണേ റഹ്മാനെ. കഴിഞ്ഞ വർഷം എഴുതിപ്പിച്ച ആളുകൾ ഇക്കൊല്ലം കൊടുത്തു വീട്ടിയിട്ടുണ്ട്. ഇക്കൊല്ലം ആളുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം കൊടുക്കാൻ വേണ്ടി. പടച്ചവനെ, അവർ തരുന്നതിരിക്ക് പകരമായി തിരിച്ചു കൊടുക്കാൻ ഈ SKSSF-ന്റെ പ്രവർത്തകന്മാരുടെ കയ്യിൽ ഒന്നുമില്ല റബ്ബ്. ഈ ദുആ മാത്രമാണ് റഹ്മാനെ. നിന്റെ എടുത്താൽ തീരാത്ത ഖജനാവിൽ നിന്ന് അവർക്ക് നീ ധാരാളമായി നിഅമത്തും സമ്പത്തും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നീ ഏറ്റേറ്റ് കൊടുക്കണേ റഹ്മാനെ. എല്ലാവിധ ആഫത്തുകളെ തൊട്ടവരെ നീ കാക്കണേ അല്ലാ. മുസീബത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. സിഹ്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധ ഷർറുകളെ തൊട്ട് അവരെയും അവരെ കുടുംബങ്ങളെയും നീ കാത്ത് സലാമത്താക്കണേ റഹ്മാനെ. ഇത് വലിയൊരു നേട്ടമാണ്. ഞാൻ ചെയ്യുന്ന സ്വതക്ക എൻ്റെ മരിച്ചുപോയ വാപ്പയുടെ പേരിൽ, എൻ്റെ മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യൻ്റെ പേരിൽ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചുപോയവൻ ഖബറിൽ കിടക്കുന്ന നേരത്ത് അവൻ്റെ അരികിലേക്ക് സ്വർഗത്തിൻ്റെ മലക്കുകളും നരകത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ മലക്കുകളും ഇങ്ങനെ ഇറങ്ങി വന്നും കൊണ്ട് അവനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ആ മയ്യത്തിൻ്റെ കൈ പിടിക്കാൻ വേണ്ടി ഒരു വെള്ള വസ്ത്രധാരിയായ മനുഷ്യൻ വരുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖബറിലേക്ക് ചോദ്യം ചെയ്യുന്ന നേരത്ത് മഹാനായ ഒരു മനുഷ്യൻ നല്ല വെള്ള വസ്ത്രം ധരിച്ചും കൊണ്ട് ആ ഖബറിലേക്ക് ചെന്നും കൊണ്ട് കിടക്കുന്ന മയ്യത്തിന്റെ കൈ പിടിക്കുമെന്ന് മഹാനവറുകൾ പറയുന്നു. എന്തിന്റെ ആരാണെന്നറിയോ ഈ മയ്യത്ത്? ഈ വെള്ള വസ്ത്രധാരിയായ മനുഷ്യൻ, ഈ മനുഷ്യന്റെ ഏതെങ്കിലും മക്കളോ കുടുംബത്തിലുള്ളവരോ ഇവിടെ ചെയ്ത ഹദിയകളാണ്. ഈ ദുനിയാവിൽ ചെയ്യുന്ന ഹദിയകള്. എൻ്റെ മരിച്ചുപോയ വാപ്പക്ക് വേണ്ടി ഞാൻ ഇത്ര തരാമെന്ന് പറയുന്നവർ തീർച്ചയായും അവർ ഖബറിൽ കിടക്കുമ്പോ, വാപ്പ ഖബറിൽ കിടക്കുമ്പോ ആ വാപ്പക്ക് രക്ഷക്കായി ഈ വെള്ള വസ്ത്രധാരിയായ മനുഷ്യന്റെ കോലത്തിൽ പോകുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറ്റവും നല്ല ഒരു മുതലാണ്. നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ ഒരു ഐശ്വര്യമാണ് SKSSF എന്ന് പറയുന്നത്. അതിന്റെ പ്രവർത്തകന്മാരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയവരുള്ളതും. അതുകൊണ്ട് ഏത് പരിപാടി വിജയിപ്പിക്കലും നമ്മുടെ മേൽ കടമയാണ്, ബാധ്യതയാണ്. അൽഹംദുലില്ലാഹ് ഇന്നത്തോളമുള്ള എല്ലാ പരിപാടികളും നല്ലതുപോലെ വിജയിപ്പിച്ചവരും നിങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത വർഷം നല്ല ആഫിയത്തിന് വേണ്ടിയും ആരോഗ്യത്തിൽ ഒരു മനുഷ്യന്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് പോരാ, അല്ലേ? പൈസ ഉണ്ടായാൽ മതിയാവൂല. പിന്നെന്ത് വേണം? എനിക്ക് ആഫിയത്ത് വേണം. ആഫിയത്ത് ഉണ്ടായാൽ ആ പൈസ ഉള്ളത് കൊണ്ട് ഗുണമുള്ളത്, അല്ലേ? പൈസ ഉണ്ടായിട്ട് ആഫിയത്തില്ലാതെ മൂലക്കായാൽ ഒന്നുമില്ല. ആരാര് തിന്നുപോകും അവന്റെ പണത്തിന് വേണ്ടി. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ മരിക്കുന്ന സെക്കൻഡ് വരെ നമുക്ക് ആഫിയത്ത് നിലനിൽക്കണം, ആരോഗ്യം നിൽക്കണം. നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മുടെ കാര്യങ്ങൾ മരിക്കുന്ന സെക്കൻഡ് വരെ നമ്മളെ കൊണ്ട് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി അങ്ങനെ ഒരു നിയ്യത്ത് വെച്ചും കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുക. പിന്നെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാ ആളുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ, മദ്ഹ് ചൊല്ലിയതിൻ്റെ, ആ മദീനയെ കുറിച്ച് പറഞ്ഞതിൻ്റെ, മഹാന്മാരെ കുറിച്ച് പറഞ്ഞതിൻ്റെ നല്ല ഒരു സദസ്സാണ്. അതിൻ്റെ ബറക്കത്തിന് വേണ്ടി എല്ലാ സ്ത്രീകളും മനസ്സിൽ കരുതും കൊണ്ട് നല്ല ഒരു ഹദിയ നിങ്ങളവിടെ ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക. അള്ളാഹു കൊടുക്കുന്നതിലും ബാക്കി വെക്കുന്നതിലും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ആരെങ്കിലും ആട് തരുന്ന ആളുകൾ കൂട്ടത്തിലുണ്ട്? ആട് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഇവര് പരിപാടിക്ക് വേണ്ടി ഞാനൊരു ആട് തരാം എന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും ഒരാൾ കൈവക്കും ഇൻഷാ അല്ലാഹ്. അതല്ലെങ്കിൽ ഇത്ര മാംസം തരാം, അല്ലെങ്കിൽ അരി തരാം, ഏതാണെങ്കിലും നിങ്ങളുടെ ഭാഗത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെ എഴുതിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവർ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റു പറയും. ഒരാൾ പറയും. എല്ലാവരും ഇല്ലേ? എല്ലാവരും എഴുതി. $2 കിലോ ഇറച്ചി. അബ്ദുറഹ്മാൻ ഹാജി 2 കിലോ ഇറച്ചി. അല്ലാഹുവേ
സ്വീകരിക്കണേ റബ്ബ്, കബൂലാക്കണേ റഹ്മാനെ. മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹസുലാക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുത്ത് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ആഫത്തുകളെ തൊട്ട് നീ കാത്ത് സലാമത്താക്കണേ അല്ലാ. പിന്നാര് സഫീർ പി എച്ച് മരിച്ചുപോയ വാപ്പയുടെ പേരിൽ 5 കിലോ ഇറച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, സഫീറിന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ ഖബറിലേക്ക് നിന്റെ പ്രതിഫലത്തിന് നീ എത്തിക്കണേ അല്ലാ. ഖബർ നീ വിശാലമാക്കണേ റബ്ബ്. സ്വർഗത്തിന്റെ വാതിലിനെ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ വിരിപ്പ് നീ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ സുഖ സന്തോഷങ്ങൾ നൽകണേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ സ്വർഗം നീ നിർബന്ധമാക്കണേ അല്ലാ. എല്ലാ നിലക്കും രക്ഷപ്പെടുത്തുന്ന വലിയവര് സ്വതക്കയായി നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മുനീർ കളം മരിച്ചുപോയ ബാപ്പയുടെയും അതുപോലെ ജ്യേഷ്ഠന്റെ പേരിൽ 13 കിലോ ഇറച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ റഹ്മാനെ. ഖായിബായി തട്ടിക്കളയല്ല അല്ലാ. മരിച്ചുപോയവർക്ക് വേണ്ടി കൊടുക്കുന്ന വലിയ ഒരു ഹദിയാണ് റഹ്മാനെ. പടച്ചവനെ, മരിച്ചുപോയ പ്രിയപ്പെട്ട വാപ്പാന്റെയും ജ്യേഷ്ഠന്റെ ഖബറിലേക്ക് വലിയ മുതലായി ഈ സമയത്ത് തന്നെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബർ നീ വിശാലമാക്കണേ റബ്ബ്. നിന്റെ സ്വർഗം നിർബന്ധമാക്കി നരകം ഹറാമാക്കണേ പടച്ചവനെ. നരകത്ത് തൊട്ട് നീ മോചനം നൽകണേ അല്ലാ. പടച്ചവനെ, ഉമ്മാക്ക് നീ ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. മുനീറിനും കുടുംബത്തിനും നീ സന്തോഷവും റാഹത്തും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അലി ഫൈസി മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ 1000 ഉറുപ്പിക അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബ്, കബൂലാക്കണേ റഹ്മാനെ. അതിന്റെ പ്രതിഫലം മരിച്ചുപോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഖബർ നീ വിശാലമാക്കി കൊടുത്ത് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ. മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ PH അബൂബക്കർ ഹാജി 2 കിലോ ഇറച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബ്, കബൂലാക്കണേ റഹ്മാനെ. അബൂബക്കർ ഹാജിയുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലത്തിന് നീ എത്തിക്കണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ വീനാസാക്കണേ റഹ്മാനെ. ഒരു നേരം പോക്കാക്കുന്നവന്നാക്കണേ അല്ലാ. ആഖിറത്തിൽ ഉപകരിക്കുന്ന മുതലാക്കി നീ മാറ്റണേ റഹ്മാനെ. മാതാപിതാക്കളെ പൊരുത്തമുള്ള മക്കളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. അൽഹംദുലില്ലാ. ഇന്നലെ ഒരുപാട് ആളുകൾ ആടും ഇറച്ചിയും അതുപോലെ അരിയും അങ്ങനെ പലതും ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹ്ക്കറിയാം, പടച്ചറബിനിക്കറിയാം ഓരോരുത്തൻ്റെ പേരും കുടുംബവും തറവാടും. അള്ളാഹുവേ, അതിൻ്റെ ഒക്കെ പ്രതിഫലം അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് വലിയ മുതലായി നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. നിന്റെ സ്വർഗം കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ആരെങ്കിലും പറയണ്ട നീ അരിയോ? മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ അബ്ദുള്ള 3 കിലോ ഇറച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലത്തിന് നീ എത്തിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിക്കുന്ന മോന്റെ കൂട്ടത്തിൽ പെടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഖിറത്തിൽ ഉപകരിക്കുന്ന മോനാക്കണേ റഹ്മാനെ. പറയണ്ട. അതുപോലെ ഒരു സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളുണ്ടാ? സ്ത്രീകളുടെ ഭാഗത്തുണ്ടെങ്കിൽ എഴുതിപ്പിച്ചയക്ക് പെട്ടെന്ന്. KI മുഹമ്മദ് മരിച്ചുപോയവരുടെ പേരിൽ 1001 ഉറുപ്പിക അല്ലാഹുവേ
സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, മരിച്ചുപോയവരുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലത്തിന് നീ എത്തിക്കണേ റഹ്മാനെ. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുത്തവരെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ജാബിർ നെയ്പ്പാറ മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ 3 കിലോ ഇറച്ചി അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഈ പാതിരാത്രി ചെയ്യുന്ന സ്വതഖ വാഗ്ദാനം നീ ഖായിബാക്കൽ റഹ്മാനെ. മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലത്തിന് നീ എത്തിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാ. എല്ലാ ആളുകളും കടന്നുറങ്ങുന്ന നേരത്ത് ഈ പള്ളങ്കോടും ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഹബീബായ മുത്തുനബിന്റെ മേലിൽ മദ്ഹ് കേട്ടും കൊണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി ചെയ്യുന്ന ഹദിയ പടച്ചവനെ ഖബറിൽ വലിയ ഒരു ആശ്വാസമായി നീ നൽകണേ അല്ലാ. ഈ സദസ്സ് മരിച്ചുപോയവർക്ക് നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. ഒരു സ്ത്രീ 5 കിലോ തക്കാളി, മറ്റൊരു സ്ത്രീ 5 കിലോ അരി, മറ്റൊരു സ്ത്രീ ഭർത്താവിൻ്റെ നടുവേദന കുറയാൻ 1001 രൂപ, ഒരു സ്ത്രീ 500 രൂപ ഉദ്ദേശിച്ച കാര്യം സാധിക്കാൻ വേണ്ടി, മറ്റൊരു സ്ത്രീ 500 രൂപ, മറ്റൊരു സ്ത്രീ 501 രൂപ, മറ്റൊരു സ്ത്രീ 500 രൂപ, മറ്റൊരു സ്ത്രീ 1000 രൂപ, മറ്റൊരു സ്ത്രീ 500 രൂപ, അബ്ദുള്ള എ 1000 രൂപ, ഹസൈനാർ എ 1000 രൂപ, സ്ത്രീ 2 കിലോ നെയ്ച്ചോറിൻ്റെ അരി, മറ്റൊരു സ്ത്രീ 5 കിലോ ആട്ടിറച്ചി, മറ്റൊരു സ്ത്രീ 2 കിലോ നീരുള്ളി, മറ്റൊരു സ്ത്രീ 10 തേങ്ങ, മറ്റൊരു സ്ത്രീ 1001 രൂപ, മറ്റൊരു സ്ത്രീ 150 രൂപ. അബ്ദുറഹ്മാൻ PH നെയ്പ്പാറ മരിച്ച ഉപ്പ ഉമ്മാൻ്റെ പേരിൽ 1000 രൂപ, അബ്ദുൽ ഖാദർ PA 1000 രൂപ, അസ്ലം അർഷദി മരിച്ച ഉപ്പ ഉമ്മാൻ്റെ പേരിൽ 1000 രൂപ. നീ കബൂലാക്കണേ റബ്ബേ, സ്വീകരിക്കണേ പടച്ചവനെ. ഇവിടെ വായിച്ച ഓരോ പേരും പടച്ചവനെ നിനക്കറിയാം. ഓരോ സഹോദരിമാരും എന്തെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, ഏത് മനസ്സിൽ ഉദ്ദേശം വെച്ചാണോ വാഗ്ദാനം ചെയ്തത്, അല്ലാഹുവേ നീ ഖായിബായി മടക്കല്ല അല്ലാ. സ്വീകരിക്കണേ റഹ്മാനെ, അർഹമായുള്ള പ്രതിഫലം നൽകണേ അല്ലാ. അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലത്തിന് ഈ സമയത്ത് തന്നെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ നിലക്കും അവരുടെ എല്ലാ ശിക്ഷകളെ തൊട്ടവരെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുഹൈർ സഹരി ഉസ്താദ്, നാളത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വാപ്പ മരിച്ച് 3 വർഷം തികയുകയാണ്. ആ വാപ്പയുടെ പേരിൽ, അതുപോലെ തന്നെ ഭാര്യയുടെ മരിച്ചുപോയവരുടെ പേരിൽ 10 കിലോ മാംസം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ റഹ്മാനെ. പടച്ചവനെ, പ്രിയപ്പെട്ട വാപ്പാന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലത്തിന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ സുഖ സന്തോഷങ്ങൾ നൽകണേ അല്ലാ. നിന്റെ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ആ പ്രിയപ്പെട്ട വാപ്പാന്റെ പൊരുത്തമുള്ള മോന്റെ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ. പടച്ചവനെ, സുഹൈറിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഹജ്ജിന് വേണ്ടി കരുതിയിട്ടുണ്ട് റഹ്മാനെ. ആഫിയത്തോടെ ആരോഗ്യത്തോടെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ശരീരത്തിന്റെ അവയവങ്ങൾക്ക് പരിപൂർണ ഖുവ്വത്തിനെ നീ നിലനിർത്തണേ റഹ്മാനെ. സുഹൈർ സുഹരി അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. മാഷാ അല്ലാഹ്, അസ്ഹരികൾ തന്നെ, ഞാനും അസ്ഹരി തന്നെ. അസ്ഹരി ആസിഫ് അസ്ഹരി 25 കിലോ അരി ഏറ്റെടുത്തിട്ടുണ്ട്. പടച്ചവനെ സ്വീകരിക്കണേ റബ്ബ്, കബൂലാക്കണേ റഹ്മാനെ. ഖായിബാക്കല്ല അല്ലാഹ്, അർഹമായുള്ള പ്രതിഫലം നീ നൽകണേ റബ്ബ്. ആഖിറത്തിലേക്കുള്ള വലിയ മുതലാക്കണേ റഹ്മാനെ. അതിൻ്റെ പ്രതിഫലം പടച്ചവനെ അദ്ദേഹത്തിൽ നിന്ന് മരിച്ചുപോയവരോ അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, അവർക്കും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ ആഫിയത്തും ആരോഗ്യവും സന്തോഷവും റാഹത്തും നീ നൽകണേ റബ്ബ്. എല്ലാവിധ ആഫത്ത്, ബലാ, മുസീബത്ത്, സിഹ്ർ, കണ്ണീർ, ചതി, ഫിത്നകളെ തൊട്ടോ അദ്ദേഹത്തെയും കുടുംബത്തെയും ജോലി കച്ചവടത്തെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. വിധിച്ചത് ഖൈറാണെങ്കിൽ ഖൈറിന് അടുപ്പിച്ച്, ഷർറാണെങ്കിൽ ഷർറിനെ നീ തട്ടി മാറ്റണേ അല്ലാ.
മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ അബ്ദുൽ ഖാദർ മത് 1000 ഉറുപ്പിക അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബ്, കബൂലാക്കണേ റഹ്മാനെ. മരിച്ചുപോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ, ജീവിതകാലത്ത് മനുഷ്യ സഹജമായി ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾക്കുള്ള പരിഹാരമായി ചെയ്ത ഈ ഹദിയ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. ഉനൈസ് നെയ്പ്പാറ മരിച്ചുപോയ വാപ്പയുടെ പേരിൽ 1000 ഉറുപ്പിക വാഗ്ദാനം ചെയ്തു. വാപ്പയുടെ പേരിൽ 1000 ഉറുപ്പിക. അൽഹംദുലില്ലാഹ്. ഉനൈസിന്റെ വീട്ടിലാണിന്ന് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടായത് അല്ലേ? ഭക്ഷണം ഉണ്ടാക്കും. ഇങ്ങനെ തങ്ങന്മാർ വരുന്നു, ഉസ്താദുമാർ വരുന്നു എന്ന് പറഞ്ഞ് നല്ല ഭക്ഷണം ഉണ്ടാക്കും. അത് കഴിക്കാൻ ഞങ്ങൾക്ക് 5-10 മിനിറ്റ് മാത്രമാണ് വേണ്ടിയത്. 5-10 മിനിറ്റ്. പക്ഷേ അത് ഉണ്ടാക്കാൻ വേണ്ടി സുബഹി മുതൽക്ക് തന്നെ കഷ്ടപ്പെടുന്ന വീട്ടിലുള്ള സഹോദരിമാർ, അല്ലാഹുവേ അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ റബ്ബ്. അതിന്റെ പ്രതിഫലം മുനീസിന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഖബർ നീ വിശാലമാക്കണേ റബ്ബ്. സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ട് മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട് അല്ലാഹുവേ. ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഒരുപാട് കാലം ആ ഉമ്മാന്റെ ആശീർവാദവും തണലും ഈ മക്കൾക്കും പുള്ളിമക്കൾക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്തായാലും ഞാൻ സാധാരണ എല്ലാ സദസ്സിനും ഇത് കൊടുക്കും അല്ലേ? സംഘാടകർ ഏലം വിളിക്കാൻ വരും, പക്ഷെ ഓറ് പറഞ്ഞിട്ടാ തങ്ങളൊന്ന് കൊടുക്കുന്നറിഞ്ഞു. എന്തായാലും നമ്മൾ ഒരു മരുന്നായിട്ട് തന്നെ കൊണ്ടുപോകണം. എത്ര പീസ് ഉണ്ട്? 10 ഉള്ളൂ. 8 എണ്ണം. മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ തസ്ലീം 25 കിലോ അരി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബ്, കബൂലാക്കണേ റഹ്മാനെ. തസ്ലീമിന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലത്തിന് നീ എത്തിക്കണേ അല്ലാ. വാപ്പാന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബ്. വാപ്പാക്ക് പൊരുത്തമുള്ള മോനാക്കണേ അല്ലാ. പടച്ചവനെ, പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ആഫിയത്തും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരു 8 ആൾ ചെറിയ ഒരു സംഖ്യ ഞാൻ പറയാം, കുറേയൊന്നും പറയൂല. നിങ്ങൾ വിചാരിക്കണ്ട തങ്ങൾ 500 പറയോ 1000 പറയോ 2000 പറയോ അങ്ങനെയൊന്നും പറയില്ല. കാരണം എന്നറിയോ, എനിക്ക് മരുന്ന് വേണമെന്ന് കരുതിയിട്ട് വന്നാൽ മതി. മരുന്നാവണം. തേനെന്ന് പറഞ്ഞിട്ട് വരണ്ട. പൈസ നോക്കി, പൈസ നല്ലോണം പറയുന്നും കരുതിയിട്ടും വരണ്ട. ചെറിയ പൈസ ഇൻഷാ അല്ലാഹ്. സംഘാടകരെന്നോട് പറഞ്ഞിട്ടുമില്ല എത്ര കൊടുക്കണമെന്ന്. അപ്പം എൻ്റെ മനസ്സ് പോലെ എല്ലാ സദസ്സിൽ ഞാൻ പറയൂ, തേനി ഏലം വിളിക്കാനില്ല. അത് സദസ്സൊന്ന് കൊണ്ടുപോകുന്നത് എന്തായിട്ടാണ്? മരുന്നായിട്ടാണ്. മരുന്നായിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് മരുന്നാവണം. അള്ളാഹു ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് കൊണ്ടുപോകുന്ന തേൻ ഏത് മാരക രോഗത്തിലേക്കുള്ള മരുന്നായി നീ മാറ്റണേ റഹ്മാനെ. ശരീരത്തിലുള്ള എല്ലാവിധ രോഗങ്ങളും രോഗ അണുക്കളും രോഗ വൈറസുകളും ശരീരത്തിൽ നിന്ന് നശിപ്പിക്കപ്പെടുന്ന മരുന്നാക്കി ഈ തേൻ അവർക്ക് നീ നൽകണേ റബ്ബ്. ആരുവാ? ഒരു 8 ആൾ വാ പെട്ടെന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാൻ. പറയാം ഞാൻ പൈസ തരാം. കൂടുതൽ ആൾ വന്നിട്ടാ അത് ആജിക്ക നിങ്ങാട് നിൽക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്തിന് കൊടുത്താൽ മതി. ബിസ്മില്ലാ കേറണ്ട. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഒരു തേനുണ്ട്. അത് വേണ്ട. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മരുന്നാവണം. ഇൻഷാ അല്ലാഹ് ആക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്. നിങ്ങൾ എത്ര കരുതുന്നു എത്ര കൊടുത്താൽ മതി. ഒരു 313 കൊടുക്കും. 13 തന്നെ കൊടുക്കണം. നിങ്ങൾ എത്ര ഉദ്ദേശിച്ചു?
കരീം നെയ്പ്പാറ മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ 1313 ഉറുപ്പിക അള്ളാഹുവെ നീ സ്വീകരിക്കണേ റബ്ബ്, കബൂലാക്കണേ റഹ്മാനെ. മരിച്ചുപോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഖബർ നീ വിശാലമാക്കി കൊടുത്ത് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. എല്ലാ നിലക്കും സ്വർഗത്തിന്റെ സുഖസന്തോഷങ്ങൾ നൽകണേ അല്ലാ. അല്ലേ, ഇതുപോലെയുള്ള പ്രായമുള്ള അജിക്കന്മാര് ഈ പാതിരാത്രിയോളം ഇരുന്നത് പേരിനോ പ്രശസ്തിക്കോ ആളുകളെ കാണാനോ പറയാനൊന്നും അല്ല. അവിടെ ഹബീബിന്റെ മദ്ഹ് ചൊല്ലുന്നു, അല്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ. അവിടെ ഹബീബിന്റെ മദ്ഹ് ചൊല്ലുന്നു. അവിടത്തെ കുടുംബം വരുന്നു, കൈപിടിച്ച് മുത്താമെന്ന് ആഗ്രഹിച്ചിട്ടാ. ചിലപ്പോ ഉറക്കിയ മറ്റുള്ള സമയത്ത് 8 മണിക്കും 7 മണിക്കും 8 മണിക്കും ഇശാനിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ആളുകളാ പ്രായമുള്ളവരൊക്കെ. ഷുഗറുള്ളവരും പ്രഷറും അങ്ങനെ പലതും, പല രോഗങ്ങളും. ഒരുപാട് ഉമ്മ സഹോദരിമാരൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. പ്രായമുള്ള പല ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. പക്ഷേ എല്ലാം ക്ഷമിച്ചും കൊണ്ടിരിക്കുന്നത് വേറൊന്നും ആഗ്രഹിച്ചിട്ടല്ല. ഇവിടെ നിന്ന് സംഘാടകര് പൈസന്റെ കെട്ടൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല. നല്ല മനസ്സോടെയാ, നല്ല ഇഖ്ലാസോടെ ഇവിടെ ഇരുന്നിട്ടുള്ളത്. അള്ളാഹു ഇരുത്തം നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഇരുത്തത്തിൽ നീ പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റസാഖ് മരിച്ച ഉപ്പാന്റെ പേരിൽ 1 കിലോ ഇറച്ചി അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. ഖബറിലേക്ക് അതിന്റെ പ്രതിഫലത്തിന് നീ എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ആണ്ടല്ലേ എടുക്കാൻ പറ്റുമത്? ശംസുലമന്റെ ആണ്ടല്ലേ, ഒരു തവസ്സുൽ ബൈത്ത് ചൊല്ലി അവിടെ നിന്ന് ചെറിയ ഒരു ദുആ അവിടെ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. പിന്നെ എണീക്കാൻ പറ്റാത്തവർ നിൽക്കണ്ട, അല്ലാത്തവർ നിൽക്കാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തഖറബ്നാ ബിഹംദില്ലാഹ് وشكر دائم لله وكل مقرب لله وشمس العلماء يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. توسلنا إليك بما تحب وترتضيه كما أمرت فجد لنا علما بشمس العلماء يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. وأملا صالحا ترى وتقوى القلب والبر تزكي العلان والسر بشمس العلماء يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. ഇതിലൊരു കൈ മുസാഫഅത്ത് ബാക്കിയുണ്ട് അല്ലേ? കൈ മുസാഫഅത്ത് അവർ മദ്ഹ് ചൊല്ലും, ഇത് ബൈത്ത് ചൊല്ലും. എല്ലാവരും ഒന്ന് വന്നിട്ട് അവിടെ തന്നെ നിന്നാൽ മതി. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തന്നെ വാ. പിന്നെ അത് വരക്കാം.
علينا أفرغ الصبر دواما دام في سرا وفي البلواء والضراء بشمس العلماء يا الله. سلام الله على رسول الله صلاة الله سلام الله على ياسين حبيب الله ويسر كل ما عسرا وجد من عندك السترا وعفوا منك والعفرا بشمس العلماء الله. صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. تنور قلبنا علما تزين سرنا علما ترضي ديننا سلما بشمس العلماء يا الله. صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على ياسين حبيب الله على الإيمان ثبتنا من العصيان سلمنا وتب مما مضى منا بشمس العلماء يا الله. صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. وعن سحر وشيطان وعن فسق وكفران كنا دوما وطغيان بشمس العلماء يا الله. صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. وفي عمل وفي القال لنا بارك وفي الهال وفي أهل وفي مال بشمس العلماء يا الله. صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. شعائر دينك اجعلنا نعظمها وآملنا بلطف منك مولانا بشمس العلماء يا الله. صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. إلهي أصل شئنا وأصله كل ما شانا وكنا فيك عطشانا بشمس العلماء يا الله. صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. شف الأمراض يا شافي ونيل العز يا كافي بدين خالص صافي بشمس العلماء يا الله. صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. طهرنا وقربنا إليك ولا تبعدنا وبالعرفان جملنا بشمس العلماء يا الله. صلاة الله سلام الله
على طه رسول الله صلاة الله سلام الله مئية أنبياء الله مئية أولياء الله وشافعنا رسول الله بشمس العلماء يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وختما منك يا الله لا إله إلا الله وعشقا في لقاء الله بشمس العلماء يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب بالله عن النيران خلصنا وفي الجنات أدخلنا وبالحوراء زوجنا بشمس العلماء يا الله صلاة الله سلام الله على طه رسول الله وجد بلقاك يا رحمن وأوصلنا إلى الرضوان وتسقينا من العرفان بشمس العلماء يا الله صلاة الله سلام الله على طه رسول الله وصل على رسول الله وآل مع سلام الله صحب مع رضا الله وشمس العلماء يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة بعد الممات اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله أرحم الراحمين يا الملك الجبار يا രാജാതി രാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ പാതിരാത്രിയോളം ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് മുഅ്മിനാത്തുകൾ അവരുടെ പേരും അവരുടെ കുടുംബവും അവരുടെ തറവാടും നീ അറിയുന്നവനാണ് പടച്ചവനെ നല്ല മനസ്സോടെ നല്ല നിയ്യത്തോടെ നല്ല ഇഖ്ലാസോടെ നല്ല തഖ്വയോടെ SKSSFന്റെ പേരിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കേൾക്കാൻ കൂട്ടുപ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവനാണ് അല്ലാഹ് അവരെ നീ കബൂലാക്കണേ റബ്ബ് അവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഇരുത്തത്തിലോ ഞങ്ങളുടെ ചൊല്ലലിലോ ഞങ്ങളുടെ ഓതലിലോ വല്ല തെറ്റുകളോ വല്ല പിഴവുകളോ വല്ല പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് നൽകണേ അല്ലാഹ് ഓതിയതും ചൊല്ലിയതും മദീന മുനവ്വറയിൽ നിന്ന് വിശ്രമം കൊള്ളുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ ബദരീങ്ങൾ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ അതിന്റെ കൂലി പോലോത്ത് കൂലി പടച്ചവനെ മഹാനായ വരക്കൽ ബാലമി മുല്ലക്കോയ തങ്ങൾ മുതൽ പടച്ചവനെ ഈ അടുത്ത് വരെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചവരിൽ നിന്ന് ശംസുൽ ഉലമയെ പോലെ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള എത്രയോ മഹാന്മാരായ നിന്റെ അരിഫീങ്ങളായ ഔലിയാക്കന്മാരോ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടവരുടെ ഖബറിലേക്ക് നിന്റെ പ്രതിഫലത്തിന് നീ എത്തിക്കണേ അല്ലാഹ് പടച്ചവനെ നിന്റെ കൂലി പോലോത്ത് കൂലി ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി ഞങ്ങളുടെ വാപ്പയുണ്ട് റബ്ബ് ഉമ്മ മരിച്ചവരുണ്ട് അല്ലാ ഭാര്യ മരിച്ചവരുണ്ട് റഹ്മാനെ ഭർത്താവ് മരിച്ചു പോയവരുണ്ട് അല്ലാ മക്കൾ മരിച്ചവരുണ്ട് കുടുംബത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് അയൽവാസികളിൽ നിന്ന് ഞങ്ങളുമായി ബന്ധമുള്ളവരിൽ നിന്ന് പടച്ചവനെ ഞങ്ങളുടെ നാട്ടിന്റെ ജുമുഅത്ത് പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന എല്ലാ ഖബറാളികളെ ഹളറത്തിലേക്ക് നിന്റെ പ്രതിഫലത്തിന് നീ എത്തിക്കണേ റബ്ബ് ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ
പടച്ചവനെ അവർക്ക് നിന്റെ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ പാതിരാത്രിയോളം ഒരുമിച്ച് കൂടി ഈ സദസ്സിന്റെ നന്മകളോ അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ സദസ്സ് അവർക്ക് നീ കാണിച്ചു കൊടുക്കണേ റബ്ബ്. ഈ സദസ്സ് നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ റബ്ബ്. ആഖിറത്തിൽ ഉപകരിക്കുന്ന സദസ്സാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ പടച്ചവനെ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഈമാന് സലാമത്താക്കണേ റഹ്മാനെ. ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ല റബ്ബ്. അപകടത്തിൽ വെച്ച് മരിപ്പിക്കല്ല റഹ്മാനെ. വെള്ളത്തിൽ മുങ്ങി മരിപ്പിക്കല്ല അല്ലാ. ആരെങ്കിലും കൊല ചെയ്തുള്ള മരണങ്ങളെ തരല്ല റഹ്മാനെ. പടച്ചവനെ, ഇസ്സത്തില്ലാതെ മരിക്കല്ല തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, കടത്തത്തിലായി ഞെരുക്കത്തിലായി ഞങ്ങളെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കുന്ന മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല. മരണം നിർബന്ധമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മരിക്കുന്ന നേരം ഞങ്ങളെ സ്വന്തം വീട്ടിലെ കുടുംബം നോക്കി നിൽക്കേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു ഷഹാദ ഉച്ചരിച്ചും കൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബദറുൽ കമാലായ ബദറുൽ ജമാലായ ആ മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭാഗ്യം നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അറിഞ്ഞ് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അറിയാതെ ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹ്. ഈ പാതിരാത്രി നിന്നിലേക്ക് നീട്ടിയ കൈകള് ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കാനുള്ള തൗബയായി നീ സ്വീകരിക്കണേ റബ്ബ്. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണമായി ഞങ്ങളെ നീ ജനങ്ങളുടെ ഇടയിൽ വെച്ച് നാണം കെടുത്തല്ല റബ്ബ്. ചെയ്ത തെറ്റിന്റെ കാരണമായി ജനങ്ങളുടെ ഇടയിൽ വെച്ച് ഞങ്ങളെ നീ വഷളാക്കല്ല റബ്ബ്. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണമായി പടച്ചവനെ ജനങ്ങളുടെ ഇടയിൽ വെച്ച് ഞങ്ങളെ നീ തല കുനിപ്പിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഇസ്സത്തിനെ നിലനിർത്തണേ അല്ലാ. അഭിമാനത്തിനെ നിലനിർത്തണേ റഹ്മാനെ. അന്തസ്സിനെ നിലനിർത്തണേ അല്ലാ. സന്തോഷം നീ നിലനിർത്തി തരണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ പടച്ചവന് ഈ പാതിരാത്രി നിന്നിലേക്ക് കൈകൾ നീട്ടി നിന്നോട് യാചിക്കുന്നു റബ്ബ്. മരിക്കുന്ന സെക്കൻഡ് വരെ ഞങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് പരിപൂർണ ഖുവ്വത്തിനെ നീ നിലനിർത്തണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ കാര്യങ്ങള് മരിക്കുന്നത് വരെ ഒരാൾക്കും നീ ഏൽപ്പിച്ചു കൊടുക്കല്ല അല്ലാ. ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ പടച്ചവനെ, ഈ പാതിരാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലിയ സദസ്സിൽ നിന്നിലേക്ക് കൈകൾ നീട്ടി നിന്നോട് യാചിക്കുന്നു റബ്ബ്. ഈ SKSSFന്റെ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരോ അടുത്ത വർഷത്തിന്റെ വാർഷികത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്തവരോ ഇവിടെ ഒരുമിച്ച് കൂടിയവരോ മരിക്കുന്ന സെക്കൻഡ് വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടുന്ന അവസ്ഥ നീ നൽകല്ല റഹ്മാനെ. ഇവിടത്തേക്ക് ആവശ്യമുള്ളത് നേരം സഹായിച്ചതുപോലെ അവരെ ജീവിതത്തിലും അവർക്ക് ആവശ്യമുള്ളതിനെ നീ സഹായിക്കണേ അല്ലാ. നിന്റെ ഖജനാവിൽ നിന്നവർക്ക് നീ സമ്പത്ത് നൽകു റബ്ബ്. സന്തോഷം നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ പടച്ചവനെ. ഐശ്വര്യത്തിന്റെ വാതിലിനെ നീ തുറന്നു കൊടുക്കണേ റബ്ബ്. പടച്ചവനെ, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താല്, മദ്ഹ് ചൊല്ലി ദുആ ചെയ്താല് ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പറയുമ്പോ പാവങ്ങളായ സാധുക്കളായ ആളുകൾ നല്ലതുപോലെ സദസ്സിലിരുന്നും കൊണ്ട് സ്വതക്കകൾ ചെയ്തവരാണ് അല്ലാ. ഒരുപാട് രോഗങ്ങൾ അവർക്കുണ്ട് പടച്ചവന്. ശാരീരികമായി കഷ്ടപ്പെടുന്നവരാണ് അല്ലാ. മാനസികമായി കഷ്ടപ്പെടുന്നവരാണ് റഹ്മാന്. സിഹ്ർ സംബന്ധമായി കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാ. കണ്ണീർ സംബന്ധമായി കഷ്ടപ്പെടുന്നവരുണ്ട് പടച്ചവന്. മുഴുവനും നീ ബാത്തിലാക്കണേ അല്ലാ. ബാത്തിലാക്കണേ റഹ്മാനെ. ഇക്കൂട്ടത്തിൽ കാലുവേദനയുള്ളവര്, മുട്ടുവേദന, നടുവേദന, കിഡ്നിന്റെ സുഖം, ഡിസ്കിന്റെ സുഖം, അതുപോലെ തന്നെ പടച്ചവനെ കിഡ്നി തകരാറിലായവരുണ്ട്, മൂത്രത്തിന്റെ സുഖമുള്ളവരുണ്ട്, മാറാത്ത വയറുവേദനയുള്ളവരുണ്ട്, അതുപോലെ തന്നെ നെഞ്ചുവേദനിക്കുന്നവര്, ഷുഗർ ഉള്ളവര്, പ്രഷർ ഉള്ളവര്, ഹാർട്ട് ബ്ലോക്ക് ആയവരും ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചവരും സർജറി ചെയ്യണമെന്ന് പറഞ്ഞവരും, ഒരുപാട് സ്ത്രീകൾ മുഴ സംബന്ധമായി പ്രയാസത്തിലുള്ളവർ, ഗർഭകോശ സംബന്ധമായി പ്രയാസത്തിലുള്ളവർ,
പ്രയാസപ്പെടുന്നവര്, അതുപോലെ രക്തസംബന്ധമായ പ്രയാസത്തിലുള്ളവര്, അലർജി സംബന്ധമായും അങ്ങനെ പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവര്, ക്യാൻസർ പിടിപ്പെട്ടവര്, ട്യൂമർ പിടിപ്പെട്ടവര്, എയ്ഡ്സ് ഉള്ളവര്, മലേറിയ, ന്യൂമോണിയ, ടൈഫോയിഡ് പോലെയുള്ള പനികൾ ബാധിച്ച് പ്രയാസപ്പെടുന്നവര്, അല്ലാഹുവേ പറഞ്ഞാൽ തീരാത്ത രോഗങ്ങളാണ് അല്ലാ. രോഗങ്ങളുടെ പേര് പറയുമ്പോൾ വല്ലാത്ത പേടിയാണ് റഹ്മാനെ. ഒരു തലവേദന പോലും ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തവരാണ് അല്ലാ. ഒരു തലവേദന പോലും താങ്ങാൻ പറ്റുന്ന ഈമാൻ ഞങ്ങളിൽ ഇല്ലാത്തവരാണ് റഹ്മാനെ. മാരക രോഗങ്ങളെ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ല റഹ്മാനെ. ശരീരത്തിന്റെ അവയവങ്ങളെ മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ല റബ്ബ്. അങ്ങനെയുള്ള പല ആളുകളുമുണ്ട് പടച്ചവനെ. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഈ പറയപ്പെട്ട രോഗങ്ങൾ ആർക്കൊക്കെയുണ്ടോ പടച്ചവനെ, ഷാഫി നീയാണ് റബ്ബ്, കാഫി നീയാണ് റഹ്മാനെ, മുആഫി നീയാണ് അല്ലാ. രോഗം തരുന്നവൻ നീയാണ്, രോഗം ശിഫയാക്കുന്നവൻ നീയാണ്. ഡോക്ടർമാരും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും കാരണങ്ങൾ മാത്രമാണ് റബ്ബ്. ഇവിടെ നിന്ന് തേന് പിടിച്ച് 313 ഉറുപ്പിക മരുന്നായി കൊടുക്കുമ്പോ അത് മനസ്സിൽ ആഗ്രഹിച്ചും കൊണ്ട് കൊണ്ടുപോയവരോ പടച്ചവനെ, ആ തേന് ആ രോഗത്തിനൊക്കെ മരുന്നാക്കി നീ മാറ്റണേ അല്ലാ. കൊണ്ടുപോകുന്ന ചീറണികള് എല്ലാ രോഗത്തിനൊക്കെയുള്ള മരുന്നാക്കണേ റബ്ബ്. പടച്ചവനെ, ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ ആഗ്രഹിച്ചത് ഇതുപോലെയുള്ള സദസ്സ് ഞങ്ങളെ ആത്മീയ ഹോസ്പിറ്റലാണെന്ന് കരുതിയവരാണ് റഹ്മാനെ. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന തേനും കൊണ്ടുപോകുന്ന ചീറണിയും കൊടുക്കുന്ന സ്വതക്കകളും ഞങ്ങളെ മരുന്നായി ഞങ്ങൾ കണക്ക് കൂട്ടിയവരാണ് റഹ്മാനെ. ഞങ്ങളെ മനസ്സിൽ വലിയ പ്രതീക്ഷയാണ് അല്ലാ. ഞങ്ങളെ മനസ്സിൽ വലിയ പ്രതീക്ഷയാണ് റഹ്മാനെ. മനസ്സറിഞ്ഞും കൊണ്ട് ഇതുപോലെയുള്ള സദസ്സിലേക്ക് നല്ല ഹദിയകൾ ചെയ്താൽ അത് ശിഫയായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് റബ്ബ്. മരിച്ചുപോയവരെ കരുതി ഇവിടെ ഹദിയ ചെയ്താൽ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് റഹ്മാനെ. ഞങ്ങളെ മനസ്സിന്റെ പ്രതീക്ഷ നീ മുറിക്കല്ല അല്ലാ. മനസ്സിന്റെ പ്രതീക്ഷ നീ മുറിക്കല്ല റഹ്മാനെ. ഇതുപോലെയുള്ള സദസ്സിന്റെ പവർ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് പ്രയാസപ്പെടുന്നവര് ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകള് കാണും പോലെയല്ല, നല്ല ഡ്രസ്സ് ധരിച്ചവരാണ്, നല്ല നിലക്കുള്ളവരാണ്. എങ്കിലോ മനസ്സിന്റെ ഉള്ളിൽ ആരോടും പറയാൻ പറ്റാത്ത നൊമ്പലങ്ങൾ ഒളിപ്പിച്ചവരാണ് അല്ലാ. കഷ്ടപ്പാടുകൾ ഒളിപ്പിച്ചവരാണ്, അതുപോലെ ദുരിതങ്ങൾ ഒളിപ്പിച്ചവരാണ്. അത് കാണുന്നവൻ നീയാണ്. മനസ്സ് തുറക്കുന്നത് നിന്റെ മുന്നിലാണ്, കൈകൾ നീട്ടുന്നത് നിന്റെ മുന്നിലാണ്. അല്ലാഹുവേ, ഈ പാതിരാത്രി നിന്നിലേക്ക് നീട്ടിയ കൈ നീ പിടിക്കണേ റബ്ബ്, നീ പിടിക്കണേ റഹ്മാനെ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ, മനസ്സിന് റാഹത്ത് നൽകണേ റബ്ബ്. പടച്ചവനെ, എല്ലാ നിലക്കും റാഹത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാടിനെ ഇസ്സത്തിന്റെ നാടാക്കണേ അല്ലാ, ഒത്തൊരുമയുടെ നാടാക്കണേ റഹ്മാനെ, സൗഹൃദത്തിന്റെ നാടാക്കണേ അല്ലാ. പടച്ചവനെ, ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന നാടാക്കണേ അല്ലാ. ഈ നാട്ടിന്റെ SKSSF പ്രവർത്തകന്മാർ, അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബ്. അവർക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാ, ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. ജോലിയുള്ളവർക്ക് ഖൈറാ പടച്ചവനെ, ആ ജോലിയിൽ ബറക്കത്ത് നൽകുക റബ്ബ്. പടച്ചവനെ, ജോലിയില്ലാത്തവരുണ്ടെങ്കിൽ ഖൈറായ നീ പൊരുത്തപ്പെട്ട നല്ല ജോലി നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഈ സംരംഭത്തിന്റെ കൂലി പോലോത്ത കൂലി അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ SKSSF വേണ്ടി പ്രവർത്തിച്ചവരിൽ മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്, അവരെ ബാപ്പമാരുണ്ട്, കുടുംബങ്ങളുണ്ട്. എല്ലാവരുടെ ഖബറിലേക്കും ഇതിന്റെ പ്രതിഫലത്തിന് നീ എത്തിക്കണേ റഹ്മാനെ. ആ ചെറുപ്പക്കാർക്ക് പടച്ചവനെ, നീ കൂവത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹിമ്മത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ നാട്ടിന്റെ ഒരുപാട് അസ്ഹരിമാരുണ്ട്, ഫൈലിമാരുണ്ട്, ാരുണ്ട്, ഒരുപാട് അലിമീങ്ങൾ, പണ്ഡിതന്മാരുണ്ട്. പടച്ചവനെ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഈ SKSSF പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അതുപോലെ അതിന്റെ മെമ്പർമാർ, പ്രവർത്തകന്മാർ ആരെല്ലാം കഷ്ടപ്പെടുന്നുണ്ടോ, മനസ്സാ വാച കർമ്മണ പ്രവർത്തിക്കുന്നവരോ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, മുസ്ലിം സമുദായത്തെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. മുസ്ലിം സമുദായത്തെ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികളെ നീ വേരോടെ നശിപ്പിക്കണേ റഹ്മാനെ. പടച്ചവനെ,
ഇന്ന് ഫലസ്തീനിലും ഗാസയിലും അതുപോലെ കശ്മീരിലും അങ്ങനെ പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ അടിച്ചമർത്താനും അവരെ വധിച്ചും കൊണ്ട് ഉല്ലസിക്കുന്ന എത്രയോ ആളുകൾ അല്ലാഹുവേ, ഏത് ന്യായത്തിലേക്ക് പോയാലും ഞങ്ങൾക്ക് നീതി കിട്ടാത്ത ഒരുപാട് കോടതികളോ, ഏത് നിയമങ്ങൾ തേടിപ്പോയാലും ഞങ്ങൾക്ക് നിയമങ്ങളില്ല, ഞങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളാണ് പടച്ചവന്. അല്ലാഹുവേ, ഈ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഒരുമിച്ച് കൂട്ടി നിന്നിലേക്ക് യാചിക്കുന്നു. അല്ലാ, ഞങ്ങള് സുപ്രീം നീയാണ് റബ്ബ്, ഞങ്ങളെ കോടതി നിന്റെ കോടതിയാണ്, ഞങ്ങളുടെ ജഡ്ജ് നീയാണ്, ഞങ്ങളെ വക്കീൽ നീയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആര് എന്ത് തീരുമാനിച്ചാലും, ആര് എന്ത് തീരുമാനമെടുത്താലും പടച്ചവനെ നിന്റെ തീരുമാനമാണ് റബ്ബ്. ഞങ്ങൾക്ക് നീ മുസ്ലിം സമുദായത്തിലേക്ക് നീ ഖൈർ വിധിക്കണേ അല്ലാ, മുസ്ലിം സമുദായത്തിലേക്ക് നീ ഖൈർ വിധിക്കണേ റഹ്മാനെ. മുസ്ലിം സമുദായത്തിനെ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികൾ നീ വേരോടെ നശിപ്പിക്കണേ റഹ്മാനെ. അവരെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ നീ തിരിക്കണേ അല്ലാ. എല്ലാവിധ സൈന്യങ്ങളെയും നീ നശിപ്പിക്കണേ റഹ്മാനെ, ആയുധങ്ങളെ നശിപ്പിക്കണേ അല്ലാ. ഫലസ്തീനിലും ഗാസയിലും പടച്ചവനെ, എത്രയോ നമ്മളെപ്പോലെ സന്തോഷത്തിൽ ജീവിക്കേണ്ട ആളുകൾ ഇന്ന് വാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, ഭാര്യയില്ലാതെ, ഭർത്താവില്ലാതെ, മക്കളില്ലാതെ, വീടില്ലാതെ, തിന്നാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ പാനീയം പോലും ഇല്ലാതെ, ധരിക്കാൻ ഡ്രസ്സ് പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്ന നൊമ്പലപ്പെടുന്ന എത്രയോ കുടുംബം. അല്ലാഹുവേ, അവർക്ക് നീ തുണയാകണേ അല്ലാ, അവർക്ക് നീ രക്ഷ നൽകണേ റഹ്മാനെ. അവർക്ക് അവരിൽ നിന്ന് പോയതിന് നീ തിരിച്ചു നൽകണേ റഹ്മാനെ. അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, അവരെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഈ പാതിരാത്രി ഞങ്ങൾക്കറിയില്ല എങ്ങനെ ചോദിക്കണമെന്ന്. പടച്ചവനെ, എത്രയോ ആളുകൾ 40 ആൾ കൂടി ദുആ ചെയ്താൽ അതിൽ നല്ലവരെ സ്വാലിഹായ മനുഷ്യണ്ടാകുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. 40 ആളുകൾ കൂടി ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഞങ്ങൾ പഠിച്ചവരാണ്. പടച്ചവനെ, 100 കണക്കിന് ഒരുപാട് ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും, ജീവിതത്തിൽ ഒരു എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു മക്കളടക്കം ഇവിടെ മദ്ഹ് ചൊല്ലുന്ന നേരത്ത് ആ പിഞ്ചു മക്കളുടെ നാവിലും അതുപോലെ എത്രയോ മദ്ഹുകൾ ഇങ്ങനെ വറക്കനെ ചൊല്ലിയ മക്കളാണ് പടച്ചവൻ ഇവിടെ ആമീൻ പറയുന്നത്. ഈ പാതിരാത്രി നിന്നിലേക്കുള്ള ഒരു സമർപ്പണം മാത്രമാണ് അല്ലാ, നിന്നിലേക്ക് സമർപ്പിക്കുന്ന ഒരു അർജി മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് സ്വീകരിക്കുന്നവൻ നീയാണ്, അത് കബൂലാക്കേണ്ടതും നീയാണ്. എത്രയോ മണിക്കൂറുകളായി ഒരുപാട് പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര് പടച്ചവനെ ഈ സദസ്സിൽ വന്ന് ഒരുമിച്ച് കൂടി ചെറിയ മക്കളടക്കം മടിയിലിരുത്തി ക്ഷമയോടെ സ്വബറോടെ ഇരുന്നവരോ തിരിച്ചു നൽകാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവേ, അവർക്ക് നിന്റെ ഖജനാവിൽ നിന്ന് പകരം കൊടുക്കണേ റഹ്മാനെ. ഇരുന്ന സെകുണ്ടിന്റെ പകരം ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം നൽകണേ അല്ലാ. വെച്ച ചവിട്ടടിക്ക് ഇരട്ട പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട എത്രയോ വാപ്പമാരുണ്ട് അല്ലാ, ഒരുപാട് മുട്ടുവേദന കൊണ്ട്, അതുപോലെ പല രോഗങ്ങളൊക്കെ ഉണ്ട് കഷ്ടപ്പെടുന്നവര് ഈ സദസ്സിലിരിക്കണം. അവിടെ പറഞ്ഞു വല്ല പ്രായമുള്ളവര് തങ്ങന്മാരുടെ കൈപിടിച്ച് മുത്താനുള്ള ആഗ്രഹത്താലാണ് ഈ പാതിരാത്രിയോളം ഇവിടെ ഒരുമിച്ച് കൂടിയത്. പടച്ചവനെ, അവരെ നീ വെറുതെയാക്കല്ല അല്ലാ, അവരെ നീ വെറുതെയാക്കല്ല റബ്ബ്. നാളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ അവരെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പടച്ചവനെ, നാളെ ഒരു ഘട്ടമുണ്ട്, ഹബീബായ നബി തങ്ങൾ നേരിട്ട് വരുമ്പോൾ ഇത് ഞങ്ങളുടെ നബിയാണെന്നൊരു പരിചയം കിട്ടുന്ന ഒരു കൂട്ടര് അല്ലാഹുവേ, ഈ കൂട്ടത്തിലുള്ള മുഴുവൻ ആളുകളെയും ഹബീബായ നബി തങ്ങളെ പരിചയം കിട്ടുന്ന ഒരു കൂട്ടരിൽ പെടുത്തു നീ അനുഗ്രഹിക്കണേ അല്ലാ. മനസ്സിന്റെ ഉള്ളിൽ വലിയ ആഗ്രഹമൊന്നുമില്ല. സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒറ്റ ആഗ്രഹമാണ്, ഹബീബായ മുത്ത് നബി തങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ പലവട്ടം ഹബീബായ നബി തങ്ങളെ കിനാവിലെങ്കിലും ഞങ്ങൾക്ക് നീ കാണിച്ചു താ അല്ലാ. അങ്ങനെയുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഹജ്ജിന് വേണ്ടി കരുതിയവരുണ്ട് അല്ലാഹുവേ, മഖബൂലും മബ്റൂറുമായ ഹജ്ജും നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. നിന്റെ കാരുണ്യം ചൊരിഞ്ഞ സദസ്സാക്കി നീ മാറ്റണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضلك.